ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഏറ്റവും പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ എന്റെ കൂട്ടുകാർക്ക് ഒരു കൊച്ചു കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ നടക്കുന്നത് അങ്ങ് മക്കയിൽ ഹിജ്റയ്ക്ക് മുമ്പുള്ള ഒരു കാലം. അക്കാലത്തെ അറബികൾ അവരുടെ ഭാഷയിലും സാഹിത്യത്തിലും വലിയ അഹങ്കാരമുള്ളവരായിരുന്നു. അവർ കവിതകൾ കൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കാനും ഗോത്രങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും വരെ കഴിവുള്ളവരായിരുന്നു. അക്കാലത്ത് ഇസ്ലാം വിരോധിയായ ഒരു വലിയ കവി ഉണ്ടായിരുന്നു, തുഫൈൽ ഇബ്നു അംർ. നബി തങ്ങളോട് വലിയ ശത്രുതയായിരുന്നു തുഫൈലിന്. വാക്കുകൾ കൊണ്ട് ആരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന മഹാമാന്ത്രികനായിരുന്നു തുഫൈൽ. കൂട്ടുകാരെ, ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ഒരു ദിവസം തുഫൈൽ മക്കയെ ലക്ഷ്യം വെച്ചു പോവുകയായിരുന്നു. ആ സമയം മക്കയിലുള്ള ചില ഖുറൈശി നേതാക്കൾ തുഫൈലിനെ തടഞ്ഞു നിർത്തി പറഞ്ഞു, കാര്യമൊക്കെ ശരി തുഫൈൽ, നീ വലിയ കവിയാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷെ മക്കയിൽ മുഹമ്മദ് എന്നൊരാളുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതിഭയങ്കര മന്ത്രശക്തിയുണ്ട്. അത് കേൾക്കുന്നവർ ചിലപ്പോൾ ഭ്രാന്തന്മാരായി പോകും. അതുമല്ല, കുടുംബങ്ങളെ വരെ തകർക്കും. അതുകൊണ്ട് നീ മക്കയിലേക്ക് പോകുമ്പോൾ ചെവിയിൽ പങ്ങി തിരികെ വേണം പോകാൻ. മുഹമ്മദിന്റെ ഒരു ശബ്ദം പോലും നിന്റെ ചെവിയിൽ വീഴരുത്. കഅബയുടെ വിസ്മയവും മക്കക്കാരുടെ മുന്നറിയിപ്പും കേട്ട് ഭയന്ന തുഫൈൽ തന്റെ രണ്ട് ചെവിയിലും നന്നായി പങ്ങി തിരുകി. മുഹമ്മദിന്റെ ഒരു ശബ്ദം പോലും തന്റെ ഉള്ളിലേക്ക് എത്തിക്കൂടാ. അഥവാ എത്തിയാൽ തന്റെ ബുദ്ധിയും തന്റെ എല്ലാം നഷ്ടപ്പെടുമെന്ന് തുഫൈൽ ഭയന്നു. അങ്ങനെ തുഫൈൽ കഅബയുടെ പരിസരത്തെത്തി. കൂട്ടുകാരെ, ഇനിയാണ് അത്ഭുതം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചുണ്ടുകൾ കൊണ്ട് ഏതോ വരികൾ തെല്ലുച്ചത്തിൽ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അഹങ്കാരിയായ തുഫൈലിന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണർന്നത്. ഞാൻ ആരാണ്? അറബിയിലെ ഏറ്റവും മികച്ച കവി. വാക്കുകളിലെ നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ചെവിയിൽ പങ്ങി വെച്ച് നടക്കുന്നത്? മുഹമ്മദ് പറയുന്നത് ഞാനും ഒന്ന് കേൾക്കട്ടെ. തന്റെ ചെവിയിലുള്ള പങ്ങി വലിച്ചെടുത്ത് മെല്ലെ മെല്ലെ തുഫൈൽ നബി തങ്ങളെ അടുത്തേക്ക് നടന്നു ചെന്നു. അപ്പോൾ നബി തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ഖുർആനിലെ അതിമനോഹരമായ ചില വരികളായിരുന്നു. മരുഭൂമിയിലെ വസന്തം പോലെ, പെയ്തു തോരാത്ത മഴ പോലെ അക്ഷരങ്ങളുടെ മഹാമാന്ത്രികൻ തുഫൈലിന്റെ ചെവിയിലേക്ക് അതൊഴുകിയെത്തി. ഈ ലോകത്ത് സാധ്യമായതിനേക്കാൾ അപ്പുറം സാഹിത്യ ഭംഗി ഉണ്ടായിരുന്നു ആ വരികൾക്ക്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തുഫൈലിന്റെ മനസ്സിലൂടെ ഇടിമിന്നൽ കണക്കെ പലതും മാറി മറഞ്ഞു. എല്ലാം ആ വരികൾക്ക് മുന്നിൽ അറിഞ്ഞില്ലാതായ നിമിഷം. എന്റെ പ്രിയ കൂട്ടുകാരെ, എത്ര സുന്ദരമായ കാവ്യമായിരിക്കും അത്. അങ്ങനെ നബി തങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി എഴുന്നേറ്റു. മെല്ലെ മെല്ലെ തുഫൈലും നബി തങ്ങളെ പിന്തുടർന്നു. നബി തങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ നബി തങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന തുഫൈൽ തന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവസാനമായി എന്താണ് പറഞ്ഞതെന്ന് അറിയേണ്ടേ കൂട്ടുകാരെ? ദൈവമാണ് സത്യം. ഇതിലും മനോഹരമായ, എത്ര കേട്ടാലും മതി വരാത്ത ഒരു സാഹിത്യം ഈ ഭൂമിയിലില്ല. ഇത്രയും നീതിയുള്ള ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഒന്നുകൂടി ആ വരികൾ എനിക്ക് കേൾപ്പിച്ചു തരാമോ? നബി തങ്ങൾ ഒന്നുകൂടി അത് ഓതി കേൾപ്പിച്ചു. എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞ് ആ വീടുന്നു തന്നെ തുഫൈൽ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് തന്റെ നാട്ടിലേക്ക് പോയി തന്റെ ഗോത്രത്തെ മുഴുവൻ ഇസ്ലാമിലേക്ക് നയിച്ചു. ഇതോടുകൂടി എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു തആല നല്ല അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.